ബറാഅത്ത് രാവ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ 15ന്റെ അന്ന് മാത്രം നോമ്പെടുക്കും. ബാക്കിയുള്ള ആള് മാസത്തിൽ കുറെ നോമ്പെടുത്തു. പക്ഷെ നാട്ടുകാർ പറയാൻ തരുമോ, അവർക്കൊന്നും നോമ്പില്ല. പിന്നെ ആർക്കാ നോമ്പുള്ളത്? 15ന്റെ അന്ന് നോട്ടുക്ക്. ആ നോമ്പോ അത് ഇസ്ലാമിൽ എവിടെ ഇല്ലേനു. അത് നാട്ടിലേക്ക് പോരിശയായി കറാമത്തുകളാക്കി അതിന്റെ മദഹ് ഇങ്ങനെ പാടി പറഞ്ഞിട്ട് ബറാഅത്ത് രാവ് എന്ന പേരും രാവും ഒക്കെ കൊടുത്ത് അത് പ്രത്യേകമായ ഒരു ഒരുക്കമുണ്ട് നാട്ടിൽ. എന്നാൽ ആ വിഷയത്തിൽ ഈ പറഞ്ഞ ആളുകൾ വാദിക്കുന്ന ഹദീസുകൾ നമ്മളും കണ്ടിട്ടുണ്ട്, കാണാഞ്ഞിട്ടില്ല. ഹദീസ് ഇതാണ്: ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതി എത്തിക്കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹാ, അതിന്റെ രാത്രി നിങ്ങൾ പ്രത്യേകം നിസ്കരിക്കണം. വസൂമു നഹാറഹാ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നൊരു ഹദീസ് ഉണ്ട്. ഹദീസുകൾക്ക് ആയിരക്കണക്കിന് ഹദീസുകൾ പല വിഷയത്തിലുണ്ട്. അതിങ്ങനെ പഠിക്കുക, അതിന് മാനദണ്ഡമുണ്ട്. ഇതേതൊക്കെയാണ് സ്വഹീഹായി വന്നത്, ഇതിൽ വല്ല കള്ളത്തരങ്ങളും വ്യാജങ്ങളും വന്നിട്ടുണ്ടോ എന്ന് പഠിക്കണം. അതാണ് ഹദീസ് നിദാന ശാസ്ത്രം. അത് അറിയുന്നവർക്കൊക്കെ അറിയും. എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം ഇതാണ്: ഇതിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അത് പഠിച്ച പണ്ഡിതന്മാരാണ് അത് ലാസ്റ്റ് രേഖപ്പെടുത്തുക. അങ്ങനെ ഈ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുകയാണ്, ഇബ്നു മാജ റഹിമഹുല്ലാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഹദീസ് മൗലൂആയ ഹദീസാണ്. മൗലൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച് വ്യാജമായി സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഹദീസ്. നബിയിലേക്ക് ഇത് എത്തുന്നില്ല. നബിയിലേക്ക് എത്തുമ്പോൾ സ്വഹാബത്ത് കേൾക്കും, പിന്നുള്ള ആൾക്കാർ അങ്ങനൊന്നും കാണാനില്ല. ഒരു വ്യക്തിന്റെ കേട്ടതാണ്. ആ വ്യക്തിക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒട്ടനേകം ഹദീസുകളുടെ കൂട്ടത്തിലാണ് മുഹദ്ദിസീങ്ങൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടിയും ഇതേ ഹദീസ കൊണ്ടുവന്നിരിക്കുന്ന ഏതാ നിസ്കാരം? നമുക്ക് ശഅബാനല്ലേ, ധാരാളം ഇബാദത്ത് ചെയ്യാം, സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം ഹയാത്താക്കാം, ഒരു പ്രശ്നമില്ല. എന്നാൽ അന്ന് 15ന്റെ അന്ന് മാത്രം ഒരു നിസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. സുബീക്ക് പോകാത്തവനും അന്ന് പോവും, പെരുന്നാൾക്ക് പോകാത്തവർ നിസ്കരിക്കും. എന്താ നിസ്കാരത്തിന്റെ പേരെന്നെ? സ്വലാത്തുൽ അൽഫിയ, 1000 നിസ്കാരം. ഇതെങ്ങനെ 1000 നിസ്കരിക്കുക? 100 റക്അത്താണ്. 100 റക്അത്താണ് നിസ്കാരം. പല മഹല്ലുകളിലുണ്ട്. അതിന് ചില ഖതീബുമാരാണ് വന്ന് നേതൃത്വം കൊടുക്കൽ. എല്ലാ പള്ളിയിലും ചെയ്യൂല. ചില ആൾക്കാർക്കാണ് അതിൽ ഭയങ്കര ആവേശം. ഇല്ലാത്തത് അവിടെ ഞാനാണത് കൊണ്ടുവന്നതെന്ന് ആക്കി തീർക്കാൻ മുമ്പ് വലിയ താല്പര്യം ഉണ്ടാവും. എന്താ നിസ്കാരത്തിൽ പ്രത്യേകത? ഒരു റക്അത്തിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. 100 റക്അത്ത് കഴിയുമ്പോൾ 1000 ഇഖ്ലാസിന് കഴിയും. അതിനുള്ള നിസ്കാരത്തിന്റെ പേര് സ്വലാത്തുൽ അൽഫിയ. കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ആവേശമൊക്കെ തോന്നും. നിസ്കാരല്ലേ? എന്നാൽ അത് വിശദീകരിക്കുന്നതും ഇതുപോലെ പണ്ഡിതന്മാർ പറയണല്ലോ, സാധാരണക്കാരല്ലോ. ഇത് പഠിച്ചു മനസ്സിലാക്കിയ 2ാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാം നബവി തങ്ങൾ പറയാണ്. ഇമാം നബവിന്റെ പ്രസ്ഥാനം ഏതാ? ഇമാം നബവിന്റെ മദ്ഹബ് ഏതാ? അത് വായിച്ചു നോക്ക്. അഹ്ലുസുന്നയുടെ ആധികാരിക പണ്ഡിതന്മാരിൽ ഇമാം നബവിക്ക് ഒരു പേരുണ്ട്, അത്രക്ക് സുപരിചിതനാണ്. അദ്ദേഹം പറയാണ്, റജബ് മാസത്തിന്റെ സ്വലാത്തുർ റഗായിബ് ഇസ്ലാമിൽ ആർക്കും പരിചയമില്ലാത്തതാണ്. ശഅബാൻ മാസത്തിന്റെ സ്വലാത്തു ലൈലത്തിൻ നിസ്ഫ ശഅബാൻ, ശഅബാനിന്റെ പകുതിയിൽ ഒരു പ്രത്യേകമായ നമസ്കാരത്തിന്റെ കഥയുണ്ട്. 100 റക്അത്ത്, 100 റക്അത്താണ് പലയിടത്തും ജനങ്ങൾ അത് പറഞ്ഞു നടക്കുന്നത്. വഹതാനി, ഈ 2 നിസ്കാരങ്ങളും ബിദ്അതാനി വ മുൻകറാൻ, മതത്തിലില്ലാതെ പുതുതായി കൊണ്ടുവന്നതാണ്. ഇത് വെറുക്കപ്പെട്ടതാണ്, ചെയ്യാൻ പാടില്ലാത്ത നിസ്കാരങ്ങളാണ്.